ഹായ് ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ആണെങ്കിൽ പെട്ടെന്ന് ഇവിടെ ഭയങ്കര ചൂടായിരുന്നു. അതായത് ഒരു 38-40 വന്ന് പെട്ടെന്ന് തന്നെ ഇവിടെ റെയിനായി. അതായത് കണ്ടിന്യൂസ് 24 ഹവേഴ്സായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ റെയിനാണ്. അപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കേട്ട് കാണും ഇതുപോലെ നമ്മുടെ നോർത്ത് ചൈനയുടെ ഭാഗമൊക്കെ ഇപ്പം കുറച്ച് വെള്ളപ്പൊക്കവും കാര്യങ്ങളും അവിടെ ഒത്തിരി ദുരന്തങ്ങളും ഒക്കെയാണെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ 24 ഹവേഴ്സായിട്ട് ഇതുപോലെ വെള്ളം, നമുക്കാണെങ്കിൽ ഇവിടെ മഴ പെയ്യുമ്പോൾ ഇതുപോലെ വെള്ളം ഇത്രയൊക്കെ പൊങ്ങുന്നുള്ളൂ. പക്ഷേ ഇവിടെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആൾക്കാർ വർക്ക് ചെയ്യുന്നത് കൊണ്ട് സാധാരണ ആൾക്കാർ ഇവിടുത്തെ ഇത് വർക്ക് ചെയ്യുന്ന ഇവർ ഈ ഓട പോലത്തെ സാധനങ്ങളൊക്കെ തുറന്ന് വിട്ട് ഇവരിത് പെട്ടെന്ന് ക്ലിയർ ചെയ്യും. ഇവിടെ അതുകൊണ്ട് അത്രയും വെള്ളം ഇവിടെ അങ്ങനെ പൊങ്ങാറില്ല. ഇവിടെ ഇപ്പം ഇവിടെ കണ്ടിന്യൂസ് മഴ പെയ്ത് ഇങ്ങനായ പെട്ടെന്ന് തന്നെ ആൾക്കാർ വന്ന് അതിൻ്റെ ബ്ലോക്കൊക്കെ മാറ്റി പെട്ടെന്ന് ക്ലിയർ ചെയ്യും. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം മഴയാണ്. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നുള്ള വെയിലിൽ നിന്ന് പെട്ടെന്ന് മഴയായപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ പനിയൊക്കെയാണ്. അതുകൊണ്ട് സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചപ്പം ഇവിടുത്തെ ഇവിടുത്തെ കുറച്ച് ഈ വെള്ളവും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന്. അപ്പോൾ ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പനി കുറഞ്ഞങ്ങനെ ഞാൻ വെളിയിലിറങ്ങി. അപ്പോൾ ഇവിടെ എല്ലാം വെള്ളമാണ്, ഫുള്ളും വെള്ളമെന്ന് പറഞ്ഞാൽ എല്ലായിടവും വെള്ളം കയറി കിടക്കുവാണ്. പിന്നെ അധികം ആരും വെളിയിലൊന്നും ഇല്ല. ഇവിടെ ഇങ്ങനെ കൂടുതലും വെള്ളം ഈ ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഇവരിങ്ങനെ തോടുകളും അതുപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ അവിടെയൊക്കെ ഈ തോടുകളൊക്കെ ഉണ്ടല്ലോ, ആ രീതിയിൽ മറ്റേ കലുങ്ങൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ രീതിയിൽ അവരിവിടെ എല്ലായിടും അങ്ങനെ ഇത് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇങ്ങനെ മഴ പെയ്ത് വെള്ളമെല്ലാം അങ്ങോട്ട് പോകുന്ന രീതിയിലാണ് ഇവരിവിടെ എല്ലാം ചെയ്തിട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വെള്ളം പൊങ്ങാത്തത്. അല്ലെങ്കിൽ ഇവിടെ എല്ലാം വെള്ളം നല്ല പൊങ്ങിയാണ്. ഇവർ ഇതുപോലെ എല്ലായിടവും ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് നമ്മുടെ ഇതിൻ്റെ ബാക്കിൽ വലിയൊരു ഞാൻ ചില വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, ഇവിടെ വലിയൊരു പോണ്ടുണ്ട് എൻ്റെ ബാക്കിൽ. അപ്പം ഇത് വെള്ളമെല്ലാം കൂടെ അതായത് ഈ കായൽ, അവിടെ പോണ്ടല്ല കായൽ, അവിടോട്ട് ഇവർ ഈ വെള്ളം അങ്ങോട്ട് ഇത് ചെയ്യും. ഇതെല്ലാം കൂടെ അങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ വെള്ളപ്പൊക്കം എന്നുള്ള ഒരു സംഭവം വരാത്തത്. അല്ലെങ്കിൽ ഇവിടെയും അങ്ങനെ ആയേനെ. പക്ഷേ എങ്ങനെയെന്ന് ഞാനാണെങ്കിൽ ന്യൂസിലൊക്കെ കണ്ടുള്ളൂ ഇതുപോലെ അവിടെയൊക്കെ നോർത്തിലൊക്കെ നല്ല പ്രശ്നങ്ങളൊക്കെ ആണെന്ന്. പിന്നെ ഇവിടെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ എല്ലാവരും പോകുന്നു. പിന്നെ മഴയെന്ന് പറയുമ്പം കുറച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് പെയ്യുന്നതുകൊണ്ട് കുറച്ച് ദുരിതമൊക്കെയാണ്. ഞാൻ പിന്നെ വെറുതെ നടന്ന് കുറേ വിഷ്വൽസൊക്കെ എടുത്തു. ഇപ്പം അറ്റ് പ്രസൻറ്റ് നമ്മുടെ സിയാമൻ ഇങ്ങനെയാണ്. പിന്നെ നല്ല മഴ ശക്തമായിട്ട് പെയ്തുകൊണ്ടിരുന്നേ. ഇപ്പം ആ മഴയുടെ ആ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കാണെങ്കിൽ നടന്നു പോകാവുന്നതേ ഉള്ളൂ. പിന്നെ ഏറ്റവും പാടെന്ന് പറഞ്ഞാൽ ഈ മഴയത്ത് ഈ ട്രാഫിക്കും പിന്നെ ഈ ആൾക്കാർ വീഴാനും ഒക്കെയുള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ട് എല്ലാവരും കെയർഫുള്ളായിട്ട് നടക്കുന്നു. അതുകൊണ്ട് ആരും പുറത്തില്ല. എല്ലായിടവും വെള്ളം ഇതുപോലെ നിറഞ്ഞൊഴുകുവാണ്. എല്ലായിടവും ഇതുപോലെ തന്നെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇവിടെ നിറച്ച് വെള്ളമാണ്. ഇതിനിപ്പം ഇനി ഈ ആഴ്ചയൊക്കെ മഴയാണ് ഇട്ടേക്കുന്നത്. എന്തുവാന്നൊന്നും അറിയില്ല. ഇപ്പം അറ്റ് പ്രസൻറ്റ് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ആ തീവ്രത കുറഞ്ഞിട്ട് ചന്നി ആ രീതിയിലായി മാറി. പിന്നൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കഴിയുമ്പം നമുക്ക് ഇവിടെ ഇത് കുറച്ചുകൂടെ എല്ലാം നല്ല പച്ചപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് എല്ലാം നല്ല ഈ സമ്മറായി എല്ലാം കരിഞ്ഞുണങ്ങി ഇരിക്കുമായിരുന്നു. എല്ലാം നല്ല പച്ചപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഒരു പ്രത്യേകത, ഈ മഴ പെയ്തത് കൊണ്ടുള്ളൊരു പ്രത്യേകത. പിന്നെ മണ്ണിൻ്റെ ഒരു മണവും. ഇതാണിപ്പം മഴ പെയ്തത് കൊണ്ട് നമുക്ക് കിട്ടിയ രണ്ട് കാര്യങ്ങൾ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇവിടെയൊന്നും ആരുമില്ല. സാധാരണ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നതാണ്. ഇവിടെ ഇപ്പോൾ ആരുമില്ല. ഇവിടെയൊന്നും എല്ലായിടവും ഇപ്പം നല്ല പച്ചപ്പ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. മഴ പെയ്തതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ എല്ലാം നല്ല ഭംഗിയായി കിടക്കുന്നു.
പിന്നെ ഇവിടെ നമ്മുടെ എല്ലായിടത്തെയും പോലെ തന്നെ മഴ പെയ്താൽ ട്രാഫിക് ജാം എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഇവിടെയുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരപ്പം തന്നെ വന്ന് അവരത് വെല്ലുവിളിയായിട്ട് തന്നെ സ്വീകരിച്ച് അവർ ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യും. എല്ലാവരും കൂടെ വന്ന് പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു മൈൻഡ് അവർ കാണിക്കും. എല്ലാവരും പെട്ടെന്ന് വന്ന് എല്ലാം സെറ്റ് ചെയ്യും. അത് അവർ പെട്ടെന്ന് തന്നെ പരിഹരിക്കും. അതാണ് ഒരു പ്രത്യേകത. പെട്ടെന്ന് അവർ ചെയ്യും. ഒരു നമ്മളിപ്പോൾ ഒരു 15 മിനിറ്റ്സ് അങ്ങനെ കിടന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ അവർ വന്ന് അത് പരിഹരിക്കും. പിന്നെ മഴ പെയ്യുമ്പം കോമൺ ആയിട്ട് എല്ലായിടത്തും ഉള്ളതുപോലെ ട്രാഫിക് ബ്ലോക്ക്സ് ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ഇതൊക്കെയാണെങ്കിൽ ആൾക്കാർ വൈകിട്ട് വന്ന് ഒന്ന് റിലാക്സ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ്. നല്ല സീനിക് സ്പോട്ടുകളാണ്. കാരണം അതിൻ്റെ അപ്പുറത്ത് ഇതുപോലെ ചെറിയ പോണ്ടുകളൊക്കെ ഉണ്ട്. അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുവാണ്, എല്ലാം നിറഞ്ഞ്. ഇവിടേക്കാണെങ്കിൽ എപ്പോഴും വൈകിട്ട് ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലമാണ്. ചിൽ വൈബിന് വന്നിരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. പിന്നെ ഒരു പ്രത്യേകത, ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ വീട് കാണാം. അവിടെ നമ്മുടെ ഫ്ലാറ്റ് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും. അതാണ് ഇവിടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് അങ്ങേ അറ്റത്ത് നിന്ന വലിയ കുറ്റിയില്ലേ, അതാണ് നമ്മുടെ ഫ്ലാറ്റ്. മഴ എന്ന് പറയുന്നത് ഒത്തിരി ദുരന്തങ്ങളൊക്കെ സംഭവിച്ചെന്ന് പറയുന്നത് കേട്ടോ. നല്ല വിഷമമാണ് അതിലൊക്കെ. കാരണം ഒത്തിരി പേർക്ക് അല്ലേ, മഴയൊക്കെ മിക്കയിടത്തും ഒത്തിരി നാശനഷ്ടങ്ങളൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ വിഷമമാണ്. ഞാൻ ജസ്റ്റ് ഇവിടുത്തെ വിഷ്വൽസൊക്കെ, ഈ മഴയത്ത് ഇവിടെ സിയാമൻ ഇവിടെ ഇപ്പം കറണ്ട് എന്തുവാണെന്ന് മാത്രമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇവിടെയും സെയിം വെള്ളപ്പൊക്കവും പിന്നെ ദുരന്തങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. അല്ലാതെ ഇവിടെയും നല്ല എപ്പോഴും മഴ പെയ്താലുള്ള ബുദ്ധിമുട്ട് എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഉണ്ട്. ഇവിടെ കുറച്ചുകൂടെ വെള്ളം പെട്ടെന്ന്, അതായത് ഇതുപോലത്തെ ഉള്ള ഡ്രെയിനേജൊക്കെ തുറന്നു വിടുമ്പോഴത്തേക്ക് വെള്ളം പെട്ടെന്ന് പോകുന്നുണ്ട്. അതാണ് ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല അതിങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെയൊക്കെ നടന്നെടുത്ത വിഷ്വൽസാണ്. ദൂരോട്ടൊന്നും പോയില്ല പറഞ്ഞില്ലേ. പെട്ടെന്ന് ഇവിടെ സമ്മറായിരുന്നു. പെട്ടെന്ന് തന്നെ മഴയൊക്കെ 2 ദിവസം കൊണ്ട് പെയ്തപ്പോഴത്തേക്ക് പനി കയറിക്കൊണ്ടു. അതുകൊണ്ടാണ് സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇപ്പം വൈകിട്ടായപ്പോഴത്തേക്ക് മഴയൊക്കെ തോർന്ന് കുറച്ചുകൂടെ ബെറ്ററായി തുടങ്ങി. പിന്നെ വെള്ളം എല്ലായിടത്തും പൊങ്ങി കലങ്ങ വെള്ളമായി കിടക്കുവാണ്. പിന്നെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ റോഡൊക്കെ ഇങ്ങനെ വെള്ളം കയറി കിടക്കുവാന്ന് പറഞ്ഞല്ലോ. ഇവിടെ ആണെങ്കിൽ മുതിർന്നവർ തൊട്ട് ചെറുപ്പക്കാർ വരെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നത്, ഇതിപ്പോൾ എൻ്റെ ഫ്ലാറ്റിൻ്റെ മുകളിൽ ഞാൻ എടുത്ത വ്യൂ ആണ്. ഇനി ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് വന്ന് ഞാൻ നോക്കുമ്പോൾ അതവർ ക്ലിയർ ചെയ്ത്. ഇവിടെ ഭയങ്കര ബ്ലോക്കായിട്ട് കിടക്കുമായിരുന്നു. അതായത് ഫുൾ ബ്ലോക്കായിരുന്നു ഇവിടെ മൊത്തം വെള്ളം കയറി. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പം എല്ലാം ക്ലിയർ ചെയ്ത് അവർ വിട്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ ചൈനയിലെ സിയാമെനിലെ മഴ ദിവസം. താങ്ക് യു സോ മച്ച്.